ആ മാവിലുണ്ടാകുന്ന മാമ്പഴങ്ങളെല്ലാം ആ വൃക്ഷത്തിനു താഴെ തന്നെ വീഴുമായിരുന്നു. അതിനുശേഷം അവ മണ്ണിൽ കിടന്ന് മുളയ്ക്കുമായിരുന്നു. എന്നാൽ ഒരിക്കലും അവയൊന്നും തന്നെ ഒരു വൃക്ഷമായി മാറുമായിരുന്നില്ല. കുറച്ചു വളർന്നു വലുതാവുകയും ആ ചെടികൾ കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ മാവിൽ നിന്നും ഒരു മാമ്പഴം ഒരു വാനരൻ ഭക്ഷിക്കുവാൻ എടുത്തുകൊണ്ടുപോയി. ആ മാമ്പഴത്തെ ദൂരേക്ക് കൊണ്ടുപോയി ഭക്ഷിക്കുകയും ആ മാമ്പഴത്തിന്റെ വിത്തിനെ ഭൂമിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്ന് ആദ്യമായി ആ വൻ വൃക്ഷത്തിന്റെ, അതായത് ആ മാവിന്റെ സന്തതി ആ മണ്ണിൽ കിടന്ന് വളരുവാൻ തുടങ്ങി. അത് പുതിയൊരു വൃക്ഷമായി മാറി. ഈ കഥ എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതെന്നാൽ, നിങ്ങളുടെ സന്താനങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഈ മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എത്ര വിത്തുകൾ വീണാലും അവയെല്ലാം മുളച്ച് വൻ വൃക്ഷങ്ങളാകാത്തതെന്നോ? ഒരു വൻ വൃക്ഷത്തിന്റെ തണലിൽ മറ്റൊരു വൻ വൃക്ഷത്തിന് വളരുവാനുള്ള സാധ്യതയേയില്ല. ഒരു മഹാവൃക്ഷത്തിന്റെ കാനലിൽ വൃക്ഷങ്ങളല്ല, കേവലം പുൽക്കൊടികൾ മാത്രമാണ്